ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഈ ഒരു ഏരിയയിൽ ലാൻഡ്സ്കേപ്പ് ചെയ്തതിൻ്റെ കുറച്ച് ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം തൊട്ട് ഒരുപാട് ഡൗട്ട്സ് എനിക്കിങ്ങനെ കമൻസിൽ വരാറുണ്ട്. മിക്ക കമൻസിനും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും എനിക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഡൗട്ട്സ് ഇങ്ങനെ ചോദിക്കുന്നത് കണ്ടപ്പം, അതായത് സെയിം ഡൗട്ട്സ് തന്നെ റിപ്പീറ്റ് ചോദിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു ഒരു ലോങ് വീഡിയോ ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം പറഞ്ഞിട്ടൊന്ന് ചെയ്യാമെന്ന്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് ഞാൻ പറഞ്ഞു തരാം. ഇത് നമ്മുടെ ഏരിയ എന്ന് പറഞ്ഞിട്ട് ഒരു 300 സ്ക്വയർ ഫീറ്റ് ഏരിയ ആണ് വരുന്നത്. ലെങ്ത് വരുന്നത് 20 മീറ്ററാണ്. പിന്നെ നമ്മൾ ഈ പ്ലാന്റ്സ് എല്ലാം വാങ്ങിയിരിക്കുന്നത് ഡ്രീം ലാൻഡ് ഗാർഡൻസ് എന്ന് പറഞ്ഞിട്ട് കൊല്ലത്തിന് കിഴക്കായിട്ട് മുക്കോട് എന്ന് പറയും. അവിടെ നിന്നാണ് നമ്മൾ പ്ലാന്റ്സ് മെയിനായിട്ട് വാങ്ങിയിരിക്കുന്നത്. ഇവിടെ ഹോൾസെയിൽ പ്രൈസിലാണ് നമുക്ക് പ്ലാന്റ്സ് എല്ലാം കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബൾക്കായിട്ട് ഈ ഒരു സ്ഥലത്ത് പോയിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഗൂഗിൾ മാപ്പിൽ പോയിട്ട് ഡ്രീം ലാൻഡ് ഗാർഡൻസ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രൈസ് റേഞ്ചാണ് മെയിൻ ഹൈലൈറ്റ്. ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ് അവിടെ പോയി എടുത്തത്. പിന്നെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഇത്രയും വൈഡ് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് അവിടെ ഉണ്ടെന്നുള്ളത്. ഇപ്പോൾ ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും അതുപോലെ ഫ്രൂട്ട് പ്ലാന്റ്സ് ആണെങ്കിലും അവിടെ അവൈലബിൾ ആണ്. ഞങ്ങൾ ഈ 3 കാറ്റഗറിയിലുള്ളതും ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ബഡ്ജറ്റിന് നിൽക്കുന്ന പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് ഞങ്ങൾക്ക് ഇതെല്ലാം വാങ്ങിക്കാൻ പറ്റിയത്. ഏതൊക്കെ പ്ലാന്റ്സ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന ഹെലിക്കോണിയും അതുപോലെ തന്നെ കലാത്തി ലൂത്തിയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ പ്ലാന്റർ ബോക്സിനകത്ത് ഹെലിക്കോണിയുടെ തന്നെ വെരിഗേറ്റഡും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പറയാനുള്ളത്, ഞാൻ ഇവിടുന്ന് കുറച്ചധികം ഇൻഡോർ പോട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോഴത്തേക്കും എല്ലാവരും ഈ ഒരു പോട്ടിൻ്റെ ലിങ്ക് ചോദിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ലിങ്ക് ഒന്നും അവൈലബിൾ അല്ല. ഈ ഷോപ്പിൽ നിന്ന് തന്നെയാണ് ഞാൻ ഈ പോട്ട് വാങ്ങിയിരിക്കുന്നത്. നമ്മുടെ ലോക്കൽ ഷോപ്പായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും പ്രൈസ് റേഞ്ച് അതും നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ വന്നൊരു കമൻറ്റ്, ഏതൊക്കെ ഫെർട്ടിലൈസേഴ്സാണ് യൂസ് ചെയ്യുന്നതെന്ന്. ഫസ്റ്റ് നമ്മൾ ലൈം പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന പോലെ കവുടങ്ങും ബോൺ മീലും കൂടെ മിക്സ് ചെയ്തതും കോക്കോപീറ്റും, ഇത് മൂന്നുമാണ് നമ്മൾ മെയിനായിട്ട് ആഡ് ചെയ്ത് കൊടുത്തത്. പിന്നെന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഏരിയയിലെ മെറ്റിലും ഷീറ്റും ഒക്കെ മാറ്റി അതുപോലെ മണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്ത് ഒന്ന് ലെവലാക്കി എടുത്തു ആ ഒരു ഏരിയ. ഏറ്റവും കൂടുതൽ കമൻറ്റ്സ് വന്നിരിക്കുന്നത് എനിക്കൊന്ന് പെബിൾസിനെ പറ്റിയും അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ മെറ്റീരിയൽസ് എവിടെ നിന്നാണ് കിട്ടുക, അതിൻ്റെ ലൊക്കേഷൻ വരെ ചോദിച്ച് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചത് നമ്മുടെ അടുത്ത് തന്നെയുള്ള ബി സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടൊരു ലാൻഡ്സ്കേപ്പിങ്ങിന് തന്നെ ഒരു എക്സ്ക്ലൂസീവ് ഷോപ്പ് എന്ന് തന്നെ പറയാം. ഇവിടെ നമുക്ക് പ്ലാന്റ്സ് അവൈലബിൾ ആണ്. അതുപോലെ ഇൻഡോർ പോട്ട്, ലാൻഡ്സ്കേപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള ഈ ഐറ്റംസ് എല്ലാം നമുക്ക് അവിടെ കിട്ടും. ഞാനിവിടെ നിന്ന് വാങ്ങിയിരിക്കുന്ന കോബിൾ സ്റ്റോണിന് വരുന്ന റേറ്റ് പെർ പീസ് 12 റുപ്പീസ്. അതുപോലെ പെബിൾസിന് വരുന്നത് പെർ kg 8 റുപ്പീസും പാസ് സ്റ്റോണിന് വരുന്നത് 170 റുപ്പീസായിരുന്നു പെർ പീസിന് വരുന്നത്. പിന്നെ ഈ ഒരു വീഡ് മാറ്റിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പ്ലാസ്റ്റിക് ആണ്, പക്ഷേ ഹോൾസ് ഉള്ള ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് വെള്ളം ഒന്നും കെട്ടി നിൽക്കില്ല, അത് താഴുന്നതാണ്. അതിനെപ്പറ്റിയും കുറേ പേര് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം താഴുമോ എന്നുള്ളത്. അതിനകത്ത് പ്രശ്നമൊന്നുമില്ല, വെള്ളം താഴുന്നത് തന്നെയാണ്. സോ ഡൗട്ട്സൊക്കെ ഞാൻ ക്ലിയർ ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇനി ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ.